ഹായ് സുന്ദരീസ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഷോർട്സിലും അതേപോലെ തന്നെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹോട്ടലിൽ എനിക്ക് താമസിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ എണീറ്റ കർട്ടൻ തുറക്കുമ്പോൾ ഇങ്ങനെ ആ വെളിച്ചവും അങ്ങനെ ഒരു സെറ്റപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായാലും ഇതിലും പത്തിരട്ടിയെങ്കിലും ഭംഗിയുണ്ടാവും. കാരണം ഇതിപ്പോൾ തുറക്കുമ്പോൾ ബിൽഡിങ്സ് ആണ് കാണുന്നത്. നമ്മുടെ നാട്ടിലാകുമ്പോൾ കുറേ കൂടി പച്ചപ്പും അങ്ങനെയൊക്കെ കാണാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് ശരിക്കും എപ്പോഴെങ്കിലും ഒരു വീട് പണിയുമ്പോൾ ഇതേപോലെ വലിയൊരു ജനല വേണം. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇവിടെ താമസിച്ചപ്പോൾ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എണീറ്റ് ക്യാമറ സെറ്റ് ചെയ്ത് പിന്നെ ആദ്യം ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഓരോ പ്രഹസനങ്ങളാണല്ലോ, വീഡിയോ നന്നായി ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉണ്ണി എടുത്ത് തരണമായിരുന്നു. അവൾ ഇതാ കിടന്നുറങ്ങണം, ആ മൂലയ്ക്ക് കിടന്നുറങ്ങുന്ന ഉണ്ണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞാൻ യൂഷ്വലി വീട്ടിൽ മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കും. പുറത്ത് പോകുമ്പോൾ നമുക്ക് പരമാവധി പറ്റുന്ന പോലെ, ഇപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ അതിൽ നിന്നൊരു 4-5 പുഴുങ്ങിയ മുട്ട എടുത്ത് കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ, ഫ്രൂട്ട്സ് കഴിക്കും. അത്യാവശ്യം ഒരു പ്ലേറ്റ് ഫ്രൂട്ട്സ് കഴിക്കും. പിന്നെ ഒരു കഷ്ണം റൊട്ടി, ആലു പറാട്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും, അതിൻ്റെ ഒപ്പം കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും അത്. അപ്പോൾ മെയിനായിട്ട് മുട്ടയും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയാണ് കൂടുതൽ കഴിക്കുക. അതിൻ്റെ ഒപ്പം ഇത് എന്താണ് കറിയും ദോശയോ അങ്ങനെ എന്താ വെച്ചാൽ അതും കഴിക്കും. അതിന് ശേഷം ദേ വന്ന് ഞാൻ ആദ്യം ഈ ബിൽഡിംഗ് ഒക്കെ കുറച്ചു നേരം നോക്കിട്ടോ. അപ്പൊ ദേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാണ് കേട്ടോ. അതെ, നമ്മൾ എക്സ്ട്രാ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അവിടേക്ക് എത്താനായിട്ട്. പിന്നെ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ചെറിയ ടെൻഷൻ. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ 2 ദിവസം? നല്ലായിരുന്നു അല്ലേ? നമുക്ക് എന്നൊരു സ്പെഷ്യൽ ഇതുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് ഇത്ര വർഷത്തിൽ അപ്പൊ ഇത് എന്തായാലും വീഡിയോ നിന്റെ ചാനലിൽ പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണി നമ്മുടെ Q&A വീഡിയോന് വേണ്ടിയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കുട്ടി Q&A, കുട്ടിയല്ല സമയമുള്ളപ്പോ കാണണേ. അത് പക്ഷെ കട്ട് ചെയ്ത് ഞാൻ ചെറുതാക്കിയാലും 1.5 മണിക്കൂർ. നിങ്ങൾ സമയമുള്ളപ്പോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അതിങ്ങനെ വെച്ചിട്ട് കണ്ടില്ലെങ്കിലും കേട്ടാ മതി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ കേട്ടാ പോവാ അല്ലേ. വലിയ വീഡിയോസ് ഓൺ ആക്കിയിട്ട് കേക്കില്ലേ? അതുപോലെ അങ്ങനെ കേട്ടാ മതി. ഇതിപ്പോ കാണാനൊന്നുമില്ല, ഞങ്ങള് വെറുതെ എക്സ്പ്രഷൻസ് ഒന്നും കാണാൻ ഇതിപ്പോ ജസ്റ്റ് സംസാരിക്കണതായതുകൊണ്ട് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോ കേട്ടാ മതി കേട്ടോ. ഇനിയിപ്പോ നമ്മളിപ്പോ ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങും. എയർപോർട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഔട്ട്ഫിറ്റ് ഈ കള്ളത്തിൽ ഞാൻ ഇട്ടപ്പോ ഈ ഡ്രസ് ഇട്ട് അത് ഞാൻ മറന്നു മാറ്റാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് കഴുകണ്ട. ഈ ഡ്രസ് മാത്രം കഴുകത്താണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോ ഈ ഡ്രസ് പെർഫ്യൂം ഇതിന്റെ ഒരു മണുണ്ട്. ഇതിനൊരു മണല്ലേ ഈ ഇങ്ങനത്തെ ഉടുപ്പിന്? പിന്നെ ഞാൻ അതിനകത്ത് വെച്ചിരുന്നത്. മറ്റേ ഇട്ടാ എന്താ പ്രശ്നം അറിയോ? തണുക്കും. എയർപോർട്ടിൽ ഭയങ്കര തണുപ്പല്ലേ. ഇതാകുമ്പോ അതിന്റെ മണ്ടയ്ക്ക് ഇതിട്ടാ മതിയായിരുന്നു, അറിയും കൂടി ഇല്ലായിരുന്നു. ശരിയാട്ടോ, അതിനൊക്കെ മാറ്റിയില്ലേ. അപ്പൊ സാരില്ല, അപ്പൊ അത് തന്നെ ഇതാക്കിയാ മതി. അതിൽ ഞങ്ങൾ ലാസ്റ്റ് ഉമ്മയ്ക്ക് കൊടുത്ത് ബൈ പറയുന്നത് അതില് ഇതിട്ടിട്ട്. അപ്പൊ ഫൈനൽ ലുക്ക് വെറുതെ ഇവിടെ പറഞ്ഞ ഫൈനൽ ലുക്ക് ഷൂട്ട് ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇനി അതില്ല, ഇനി എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ എയർ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. ഇതില്ലടാ, പെട്ടെന്ന് കാണുമ്പോ സ്ക്രാച്ച് പോലെ തോന്നുന്നു. അതാ വന്നു. അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തിട്ട് ലഗേജ് താഴെ റെസ്റ്റോറന്റിൽ തന്നെ വെച്ച് അവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ ഇല്ലേല് നല്ല ഓപ്ഷൻ എന്ന് പറയണത് ചപ്പാത്തിയും അതേപോലെ തന്നെ ഒരു കറി. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു കറി ഒരു ടിക്ക അങ്ങനെയാണ് കേട്ടോ മേടിക്കുക. ഇത് പനീർ കറിയും അതേപോലെ തന്നെ ഒരു ടിക്കയാണ് മേടിച്ചത്. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിക്കാൻ പാകമാണ്. 4 ചപ്പാത്തിയും മേടിക്കും. വേസ്റ്റ് ആവില്ല, അത്യാവശ്യം നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പറ്റും തോന്നി. ടിക്കാകുമ്പോൾ അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഇതാക്കി എടുക്കുന്നല്ലേ, എന്താണ് പൊള്ളിച്ച് അങ്ങനെ എന്തോ എടുക്കണതല്ലേ. അപ്പം ഞാൻ 3 പീസ് ചിക്കൻ, 2 ചപ്പാത്തി പിന്നെ പനീർ കറിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമുക്ക് ജസ്റ്റ് സാലഡ് പോലെ ഉള്ളിയും അതേപോലെ 2-3 കുക്കുംബറും അങ്ങനെയൊക്കെ തരുമല്ലോ, അതും കഴിച്ചു. അപ്പോൾ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാൻ ചോറും കൂട്ടാനും ഉപ്പേരിയും സാലഡും കൂടിയിട്ടാണ് കഴിക്കുക. ചിക്കൻ ചിലപ്പോൾ ഉണ്ടാവും. ചിക്കനും മുട്ടയും ആണ് ഞാൻ പ്രോട്ടീനിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കണത്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ എന്തൊരു അഹങ്കാരം അങ്ങനെ ചിലർക്ക് തോന്നുന്നുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ കറക്റ്റ് എനിക്ക് വർക്കൗട്ടും ഫുഡും അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ പോലെയല്ലേ. ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും ഞാൻ കഴിക്കും, എല്ലാം കഴിക്കും, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പിന്നെ ഇപ്പോൾ കോഫിയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മധുരമില്ലാത്ത കോഫിയാണ് ഇഷ്ടം. അത് കഴിച്ച് ശീലിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അങ്ങനത്തെ ഷുഗർ കട്ട്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും എനിക്ക് നല്ലതായിട്ട് പേഴ്സണലി എൻ്റെ സ്കിന്നിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് ഞങ്ങളിതാ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് എയർപോർട്ടിലെത്തിയിട്ട് ഡിജി യാത്ര അതാണ് കേട്ടോ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്. അത് ഭയങ്കര എളുപ്പമാണ്. ഫ്ലൈറ്റ് യാത്ര ഏറ്റവും എളുപ്പമാക്കാൻ പറ്റിയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഡിജി യാത്ര. അതൊരു ആപ്പാണ്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ചിലപ്പോൾ ഇങ്ങനെ ഹിക്കപ്സ് ഉണ്ടാവും വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോ അത് അനലൈസ് ചെയ്ത് റിജക്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആളുകളുണ്ടാവും. ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു ആ ഭാഗത്ത്. പക്ഷെ എന്നാലും ഇങ്ങനെ ലോങ് ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ സെക്യൂരിറ്റി ചെക്കിലേക്ക് അങ്ങ് പോവാം. നമുക്ക് ബോർഡിംഗ് പാസ് നമുക്ക് ഡിജി യാത്രയുടെ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനും ഉണ്ണിയും വരെയും പോവൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെയാണ്, ഡിജി യാത്ര വഴി തന്നെയാണ്. ഞങ്ങൾക്ക് കടക്കാൻ പറ്റിയതിൽ സന്തോഷമാണ്. പിന്നെ അവിടെ കുറച്ച് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നാലും അവസാനം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഇതാണ് കേട്ടോ ബസ്. അപ്പോൾ ബസ്സിൽ നമ്മളവിടെ കൊണ്ട് ഇറക്കി, നമ്മൾ ഫ്ലൈറ്റിൽ കയറി. നമ്മൾ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സാൻഡ്വിച്ചും ഉണ്ണിക്ക് ഉപ്മാവും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സാൻഡ്വിച്ചിൻ്റെ ആ ഒരു ഭാഗമില്ല അത് കഴിച്ചു. ഞാനീ പറയേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഫ്ലൈറ്റിലത്തെ ഫുഡ് അത്ര ഇഷ്ടമല്ല. പക്ഷേ വിശപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കട്ടു, ഞാൻ കഴിക്കില്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഫുഡ് ഇഷ്ടക്കേട് അത് രണ്ടാമതേ ഉള്ളൂ. വിശപ്പുണ്ടെങ്കിൽ ഞാൻ കഴിക്കും. പിന്നെ ഞാൻ മീൽസ് കഴിവതും സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാറുണ്ട്. ഇതിൽ കുറച്ച് മായമൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിന് ഞാൻ ഒരു ഭാഗം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഉപ്മാവും കുറച്ച് കഴിച്ചു. സർപ്രൈസിംഗ്ലി ഉപ്മാവ് നല്ലതായിരുന്നു. ഞാൻ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല. അപ്പം തന്നെ അവർ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ ഉണ്ടാക്കി തരണ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ നമ്മൾ പ്രതീക്ഷയല്ല, പക്ഷേ നമ്മൾ വിചാരിച്ചു നമ്മൾ ഒരുമിച്ച് അല്ലേ. ഇപ്പോൾ ഏട്ടനും ഇമ്മക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ലേസ്ലി സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് കേട്ടോ അത്. കൊച്ചിയിൽ സോറിടാ, എനിക്ക് കൊച്ചി ഇങ്ങനെ പോയി വന്ന് പരിചയമുള്ളൂ. എനിക്ക് സ്ഥലം എക്സാക്റ്റ് അറിയില്ല. ഞാൻ പക്ഷേ ഹോട്ടലിൻ്റെ പേര് പറയാം കേട്ടോ, ഇപ്പോൾ ഇവിടെ എവിടെയോ എഴുതി കാണിക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചിക്കൻ്റെ ഒരു ഐറ്റവും ഫിഷിൻ്റെ ഒരു ഐറ്റവും സൂപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കുറച്ച് ഫ്രഷ് ട്രീസ്. നല്ല ഹോട്ടലാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. അവരിങ്ങനെ ചെറുതായിട്ട് ഇതേ കണ്ടു മിസ്റ്റ് പോലത്തെ മഴ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറേ നേരം കളിച്ചു. പിന്നെ ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഗാർഡൻ പോലെ അങ്ങനെയുണ്ട്. എന്നുവെച്ചാൽ നഴ്സറി, ഗാർഡൻ അല്ല സോറി, നഴ്സറി സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മേടിക്കാം. അതും എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. പിന്നെ അവിടെ തത്തയുണ്ട്. അപ്പോൾ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞങ്ങളിങ്ങനെ തത്തേനെ അന്വേഷിച്ച് പോവാണ്. നല്ലോണം ശബ്ദം ഉണ്ടാക്കണ ഒരു തത്തയാണ് കേട്ടോ. പിന്നെ അതിന് എന്തൊരു സ്നേഹമാണെന്ന് പറയും. നമ്മളോടല്ല, വളർത്തുന്ന ചേട്ടനോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഉമ്മയൊക്കെ കൊടുക്കും. ഞാൻ ആദ്യമായിട്ട് ഉമ്മ വയ്ക്കുന്ന തത്തേനെ കാണുന്നത്. ഞാൻ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന തത്തയെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു, നല്ലോണം സംസാരിക്കുന്ന നല്ല അടിപൊളി തത്ത. ഞാൻ അവിടെ പോയ സമയത്ത് അശ്വതി അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു നല്ലൊരു തത്ത. ഇതും അതെ കേട്ടോ, നല്ല ക്യൂട്ട് തത്തകളാണ് രണ്ടുപേരും. അപ്പോൾ ഇത് മറ്റേത് കണ്ടോ പിണങ്ങിയിരിക്കുകയാണ്. ഇതിനെ വിളിച്ചില്ലേ, ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ, ആ പേര് ഞാൻ മറന്നു. അപ്പോൾ ഇതിനെ വിളിച്ച കാരണം മറ്റേ തത്ത വന്നില്ല, അത് പിണങ്ങി. അപ്പോൾ ഈ ചേട്ടനോട് ചോദിക്കുക എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കണേ. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ മൃഗങ്ങളും പക്ഷികൾക്കൊക്കെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഇവറ്റങ്ങളെ നോക്കണതാണ് ഭയങ്കര എളുപ്പം. ഭയങ്കര സ്നേഹമാണ്, പറഞ്ഞു കൊടുത്താൽ വേഗം പഠിക്കുന്നു. മനുഷ്യന്മാരെക്കാളും ഡീൽ ചെയ്യാൻ എളുപ്പം. അതിങ്ങനെ അങ്ങനെ പറയുമല്ലോ, അങ്ങനെ പറയായിരുന്നു. ഇമ്മൂന് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൂ എന്നാണ് വിളിക്കുന്നത്. ശരി അപ്പൂ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞങ്ങൾക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമായി. എന്നെ നോക്കി ഇരുന്ന് കുറച്ച് നേരം. അപ്പോഴേക്കും നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ലേസ്ലി ഉണ്ണിയും കൂടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോവാണ് കേട്ടോ. ഞങ്ങൾ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. തിരക്ക് പിടിച്ച ദിവസത്തിലും ഞാൻ കുറച്ച് അൺഹെൽത്തി ആയിട്ടൊക്കെ കഴിച്ചാൽ അത് കുഴപ്പമില്ല, പക്ഷെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായിരുന്നു. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.